അമേരിക്കയുടെ കടുത്ത നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെ തങ്ങളുടെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തതിന് ഇന്ത്യക്ക് പരസ്യമായി നന്ദി അറിയിച്ചിരിക്കുകയാണ് ഇറാൻ എംബസി. ഫെബ്രുവരിയിൽ കൊല്ലപ്പെട്ട ഖമേനിയുടെ ഔദ്യോഗിക ചടങ്ങുകൾ ജൂലൈ 4-നാണ് ടെഹ്റാനിൽ ആരംഭിച്ചത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ലോകത്തെ 13 പ്രമുഖ രാജ്യങ്ങൾ ചടങ്ങിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന പശ്ചാത്തലത്തിലാണ് ഇന്ത്യ കാട്ടിയ ആർജവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇറാൻ പരസ്യമായി രംഗത്തെത്തിയതെന്നത് ശ്രദ്ധേയമാണ്. കൂടാതെ ഇന്ത്യ ഉൾപ്പെടെ പങ്കെടുക്കരുതെന്ന് അമേരിക്കയും ഇസ്രായേലുമൊക്കെ പറഞ്ഞുവെങ്കിലും ഇന്ത്യ അമേരിക്കയോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ടാണ് ഇന്ത്യ 2 വ്യക്തികളെ ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് ഇറാനിലേക്ക് അയച്ചത്. ഈ സമ്മർദ്ദത്തിന് വഴങ്ങി ഏഷ്യ, ആഫ്രിക്ക, ഗൾഫ്, യൂറോപ്പ് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള 13 രാജ്യങ്ങളാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് പിന്മാറിയത്, അല്ലെങ്കിൽ തങ്ങളുടെ പ്രതിനിധികളുടെ പങ്കാളിത്തം കുറച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ തെളിവാണ് ഇന്ത്യയുടെ ഈ നിലപാടെന്ന് ഇറാൻ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ അതിശക്തമായ വ്യോമാക്രമണത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത്. തുടർന്ന് മാസങ്ങൾക്ക് ശേഷം ടെഹ്റാനിലെ ഗ്രാൻഡ് മുസല്ല പ്രാർത്ഥനാ സമുച്ചയത്തിൽ വെച്ചാണ് ദശലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾ നടന്നത്. അമേരിക്കൻ ഉപരോധങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലെ നയതന്ത്ര വിലക്കുകളും അതെല്ലാം ഭയന്ന് പല രാജ്യങ്ങളും ഇറാന്റെ ഈ ഔദ്യോഗിക ചടങ്ങിൽ നിന്ന് മാറി നിന്നപ്പോൾ ഇന്ത്യ തങ്ങളുടെ ഉന്നതതല ഔദ്യോഗിക പ്രതിനിധി സംഘത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിലേക്ക് അയക്കുകയായിരുന്നു. ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും പ്രമുഖ പണ്ഡിതന്മാരും ചടങ്ങിൽ പങ്കെടുത്ത് ആദരമർപ്പിച്ചു. അമേരിക്കയുടെ കടുത്ത നയതന്ത്ര സമ്മർദ്ദം മൂലമാണ് 13 രാജ്യങ്ങൾ ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വിലാപയാത്ര ശവസംസ്കാര ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നത്. ഖമേനിയുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അമേരിക്കയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കുമെന്നും അതൊരു സൗഹൃദപരമല്ലാത്ത പ്രവൃത്തിയായി കാണുമെന്നും അമേരിക്കൻ നയതന്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദേശീയ ദുഃഖത്തിന്റെ ഈ വേളയിൽ ഇറാൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച ഇന്ത്യയുടെ നിലപാട് പരസ്പര ബഹുമാനത്തിന്റെ ശക്തമായ പ്രകടനമാണെന്ന് ഇറാൻ എംബസി വ്യക്തമാക്കി. അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങാത്ത ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തെ പ്രതികരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. വരും നാളുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും വ്യാപാര കരാറുകളും കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യയുടെ ഈ സന്ദർശനം കാരണമാകുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ വിലയിരുത്തൽ. കൂടാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് ഇറാനിലേക്ക് വന്നുവെങ്കിലും ഇന്ത്യയോ അല്ലെങ്കിൽ മറ്റു ആരും ഷഹബാസ് ഷരീഫിനെ മൈൻഡ് പോലും ചെയ്യാൻ കൂട്ടാക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ലോകരാജ്യങ്ങളൊന്നും തന്നെ പാകിസ്ഥാനെ വലിയ രീതിയിൽ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഏതെങ്കിലുമൊക്കെ ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് വന്നാൽ പോലും സാധാരണഗതിയിൽ ഒന്ന് ചിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ. കൂടെ ചെന്ന് വിശേഷമൊന്നും തിരക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുകയൊന്നും ചെയ്യാറില്ല. അവർ മറ്റുള്ള രാജ്യക്കാരോടൊപ്പം കളിയും ചിരിയും തമാശയായിട്ട് നിൽക്കും. എവിടെയും ഷഹബാസ് ഷരീഫ് ഒറ്റപ്പെട്ട് നിൽക്കും. കാരണം പാകിസ്ഥാൻ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ, അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്.